അമേരിക്കയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ച ബിഷപ്പ് കെ.പി. യോഹന്നാന്റെ സംസ്കാരം നടന്നിട്ട് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിനിടെ സഭയെ നയിക്കാനെത്തുന്നതാരെന്നുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവേൽ മാർ തിയോഫിലോസ് സഭാധ്യക്ഷനായി എത്തുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കോടിക്കണക്കിന് ആസ്തിയുള്ള സഭയുടെ സ്വത്തുക്കൾ കൈവിട്ടുപോകുമെന്നതിനാൽ പുതിയൊരു നീക്കം യോഹന്നാന്റെ അടുപ്പക്കാരും ബന്ധുക്കളും ചേർന്ന് നടത്തുന്നതായുള്ള വാർത്തകൾ പുറത്തുവരികയാണ്. സഭയുടെ തലപ്പത്തേക്ക് കെ.പി. യോഹന്നാന്റെ മകൻ ഡാനിയൽ പുന്നൂസിനെ അവരോധിക്കാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഡാനിയൽ മാർ തിമോത്തിയോസ് എപ്പിസ്കോപ്പ എന്നറിയപ്പെടുന്ന യോഹന്നാന്റെ മകൻ നിലവിൽ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ അമേരിക്കയിലെ വൈസ് പ്രസിഡന്റും കനേഡിയൻ ഭദ്രാസന ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്നയാളുമാണ്. യോഹന്നാന്റെ കുടുംബത്തിൽ നിന്നല്ലാതെ മറ്റൊരാൾ സഭാ നേതൃത്വത്തിലെത്തിയാൽ ഇത്രനാൾ കൊണ്ട് യോഹന്നാൻ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അനാഥപ്പെട്ടു പോകുമെന്നും കണക്കുകൂട്ടുന്നുണ്ട്. അടുത്ത ആഴ്ചയോടെ തിരഞ്ഞെടുപ്പ് നടത്തി പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്നാണ് പറയുന്നത്. കാരണം സഭയുടെ പേരിൽ നിലവിൽ ധാരാളം കേസുകളും വിവിധയിടങ്ങളിലായി നിയമ നടപടികളും നേരിടുന്ന സാഹചര്യത്തിൽ അധ്യക്ഷനില്ലാതെ വരുന്നത് കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിയൊരുക്കുകയും മാത്രമല്ല ഇടക്കാലം കൊണ്ട് ചിലർ സ്വത്തുക്കൾ തട്ടിയെടുത്തേക്കുമെന്നുള്ള ആശങ്കകളും പുറത്തുവരുന്നുണ്ട്. നിലവിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൽ 17 ബിഷപ്പുമാർക്കാണ് വോട്ടവകാശമുള്ളത്. സഭാ സിനഡ് ചേർന്ന് വോട്ടെടുപ്പിലൂടെയായിരിക്കും പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. 2/3 ഭൂരിപക്ഷം ലഭിക്കുന്നയാളായിരിക്കും അധ്യക്ഷ സ്ഥാനത്തെത്തുക. വോട്ടെടുപ്പ് 2 തവണ നടത്തിയിട്ടും 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ 3-ാം തവണ വോട്ടിട്ട് ഇതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നയാളെ സഭ അധ്യക്ഷനായി തിരഞ്ഞെടുക്കുമെന്നാണ് നിയമം. വോട്ടെടുപ്പ് രഹസ്യ ബാലറ്റിലൂടെയായിരിക്കും നടപ്പാക്കുക. സഭയുടെ സീനിയർ ബിഷപ്പ് സാമുവൽ മാർ തെയോഫിലോസിന്റെ നേതൃത്വത്തിലുള്ള 9-അംഗ സമിതിയാണ് ഇപ്പോൾ സഭാ ചുമതലകൾ നിർവഹിക്കുന്നത്. സുവിശേഷ പ്രചാരണത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് കോടികൾ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന പേരിൽ സഭ ആരംഭിക്കുകയും ലോകമെമ്പാടും ഭദ്രാസനങ്ങൾ തുടങ്ങി സ്വത്ത് അവർക്ക് വിധിച്ചു നൽകുകയും ചെയ്തയാളാണ് യോഹന്നാൻ. മാത്രമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കറാണ് സഭയുടെ പേരിൽ വാങ്ങിയിട്ടുള്ളത്. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുണ്ട്. ഈ സ്വത്തുക്കൾ കൈക്കലാക്കാൻ ചില ശ്രമം നടക്കുന്നതായി മുമ്പ് വാർത്തകളും വന്നിരുന്നതാണ്. ശബരിമല വിമാനത്താവളത്തിന്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിനെതിരെ വിവാദം ഉയർന്നതാണ്. ഓപ്പറേഷൻ മൊബൈലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ 16-ാം വയസ്സിൽ ചേർന്നതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതരേഖ മാറ്റിമറിയുന്നത്. W.A. ക്രിസൽ എന്ന അമേരിക്കക്കാരനെ കണ്ടുമുട്ടിയതോടെ ആ സൗഹൃദം വളർന്നു പന്തലിച്ച് ഇന്ന് കാണുന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ രൂപത്തിൽ എത്തുകയും ചെയ്തു. പുതിയ സുഹൃത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹന്നാൻ അവിടെ വച്ചാണ് വൈദിക പഠനം പൂർത്തിയാക്കിയത്. സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻകാരിയെയാണ് വിവാഹം കഴിച്ചത്. 1978-ൽ ഭാര്യയുമായി ചേർന്ന് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സാസിലാണ് തുടക്കമിട്ടത്. 83-ൽ സംഘടനയുടെ ആസ്ഥാനം തിരുവല്ലയിൽ സ്ഥാപിക്കുകയുമുണ്ടായി. 2003-ൽ ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായതോടെ സഭയുടെ പരമാധ്യക്ഷനായി യോഹന്നാൻ നിയമിതനാവുകയായിരുന്നു. യോഹന്നാൻ എന്ന പേര് ഉപേക്ഷിച്ച് മാർ അത്തനേഷ്യസ് യോഹന്നാൻ മെത്രാപ്പോലിത്ത പ്രഥമൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ഒട്ടേറെ പരാതികളും കേസുകളും നടന്നു പോകുന്നതിനിടെയാണ് ബിലീവേഴ്സിന്റെ വളർച്ചയും ഉണ്ടായത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകിയ കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുകളുണ്ട്. വൻതുക നൽകി ഈ കേസുകളെല്ലാം ഒതുക്കി തീർത്തുവെന്നും പറയുന്നുണ്ട്. യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതിന് 2012-ൽ കേസുണ്ടായിരുന്നതാണ്. 90 മുതൽ 2011 വരെ 48 രാജ്യങ്ങളിൽ നിന്ന് 2000 കോടി രൂപയോളം വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം ഉയർന്നത്. എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. 2020-ൽ മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്തു നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു പരാതി. ബിലീവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയുമുണ്ടായി. 14.5 കോടി രൂപ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന്. ആ അന്വേഷണം ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കെ.പി. യോഹന്നാന്റെ സ്ഥാനത്തേക്ക് മകൻ വന്നെത്തുമെന്നുള്ള സൂചനകളും പുറത്തുവരുന്നത്.